ഇടുക്കി ഏലപ്പാറയിലെയും വാഗമണിലെയും ഇടുക്കിയിലെ ഏലപ്പാറയിലുള്ള തേയിലത്തോട്ടത്തിൽ പ്ലേഗ് രോഗം കാരണം ഇല്ലാതായ പഴയൊരു ടൗണിന്റെയും ഒപ്പം ഏലപ്പാറയുടെയും ഒരു ചെറുകഥ കേട്ടാലോ? 1850കളിൽ പീരുമേട്ടിലെ വനപ്രദേശങ്ങളിൽ കഴിഞ്ഞിരുന്ന ഗോത്രവർഗക്കാരായ മലയരന്മാർ ബ്രിട്ടീഷുകാരനായ ഹെൻറി ബേക്കറെ തങ്ങളുടെ കുടികളിലേക്ക് ക്ഷണിച്ചതു മുതലാണ് പീരുമേട്ടിലെ തോട്ടങ്ങളുടെ ആരംഭം. അവിടുത്തെ മണ്ണിന്റെ വളക്കൂർ മനസ്സിലാക്കിയ അദ്ദേഹം തൊഴിലാളികളെ വെച്ച് ഏലപ്പാറക്കും വാഗമണിനുമിടയിലുള്ള മുണ്ടൻ പ്ലാവ് കേന്ദ്രീകരിച്ച് കാട് വെട്ടിത്തെളിക്കാൻ ആരംഭിച്ചു. ഇതോടെ ഇടുക്കി ജില്ലയിലെ ആദ്യ തോട്ടമായ റിഫോർഡ് എസ്റ്റേറ്റിന് തുടക്കമായി. കാപ്പി കൃഷിയായിരുന്നു ആദ്യം ചെയ്തത്. എന്നാൽ ഇവിടുത്തെ അതിശൈത്യവും മഞ്ഞും കാപ്പി കൃഷിക്ക് അനുയോജ്യമല്ലാത്തതിനാൽ പതിയെ സിങ്കോണയിലേക്കും ശേഷം തേയില കൃഷിയിലേക്കും മാറി. ഏലപ്പാറക്കടുത്ത കാവക്കുളം എസ്റ്റേറ്റാണ് ഇവിടുത്തെ ആദ്യത്തെ തേയിലത്തോട്ടം. 1932 മുണ്ടൻ പ്ലാവിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചു. നിരവധി പേർ മരണമടഞ്ഞു. രോഗം നിയന്ത്രിക്കാൻ കഴിയാതായപ്പോൾ ബാക്കിയുള്ളവരെ സ്ഥലം മാറ്റി അവിടുത്തെ കടകളും വീടുകളും അഗ്നിക്കിരയാക്കി. മുണ്ടൻമുടിയിലുണ്ടായിരുന്ന മാർക്കറ്റും വ്യാപാര സ്ഥാപനങ്ങളും ഏലപ്പാറയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അങ്ങനെ ഏലപ്പാറ ഈ മേഖലയിലെ പുതിയൊരു ടൗണായി വികസിച്ചു. മുണ്ടൻപ്ലാവ് അടങ്ങുന്ന പ്രദേശം ഇന്ന് ബൊണാമി എന്ന പേരിൽ അറിയപ്പെടുന്നു. ആദ്യകാലത്ത് മുണ്ടക്കയത്തു നിന്നും ആനത്താരയായിരുന്നു വഴികൾ. പിന്നീട് പതിയെ കാളവണ്ടിപ്പാതയായി. പിന്നീടെത്തിയ JD മൺറോ കുട്ടിക്കാനത്തു നിന്നും ഏലപ്പാറ വഴി ചീന്തലാറിലേക്ക് പാത നിർമ്മിച്ചു. കൂടുതൽ റോഡ് വികസനങ്ങൾ വന്നതോടുകൂടി ഏലപ്പാറയ്ക്ക് ചുറ്റുമുള്ള ബൊണാമി, ഗ്ലൻമേരി, ഫയർഫീൽഡ്, വാഗമൺ, ചിന്നാർ, പശുപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലും എസ്റ്റേറ്റുകൾ രൂപം കൊണ്ടു. ഏലപ്പാറയ്ക്ക് ചുറ്റും സുന്ദരമായ അനവധി കാഴ്ചകളുണ്ട്. അവർ മറ്റൊരു വീഡിയോയിലാവും.